നടന്ന സ്പെയിൻ വേഴ്സസ് ബെൽജിയം മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് വിജയിച്ച് കയറാൻ സ്പെയിനിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ പെട്രിക്ക് പകരം ഫാബിയൻ റൂയിസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 30ാമത്തെ മിനിറ്റിൽ തന്നെ റൂയിസിനൊരു സ്പെയിനർ ലീഡ് നേടിക്കൊടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ 41ാമത്തെ മിനിറ്റിൽ തന്നെ ഡക്കത്തിലേറെ ഹെഡറിലൂടെ ഗോളടിക്കാണ് ഉണ്ടായത്. സമനിലകൾ കണ്ടെത്താൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കുകയാണെങ്കിൽ യമാലൊക്കെ കളിയിൽ നല്ലൊരു പെർഫോമൻസാണ് യമാലിൽ വളർന്നുണ്ടായിരുന്നത്. കുബാർസിക്കാണെങ്കിലും ഡിഫൻസീവിൽ നല്ല സോളിഡായി കളിക്കുന്നുണ്ടായിരുന്നു. കുബാർസിക്ക് കുറേയൊക്കെ നല്ല പെർഫോമൻസാണ് ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ കൊട്ടോയ്സിന് ഒരു ഇഞ്ചറി പറ്റി ഗ്രൗണ്ടിൽ നിന്ന് പിൻവലിയേണ്ടി വന്നു. അങ്ങനെ കൊട്ടോയ്സിന് ഒരു പകരക്കാരനായി കണ്ട് യുണൈറ്റഡിൻ്റെ ലാമൻസാണ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാമൻസ് ഒരു ഷോട്ട് എടുത്തത് പിടിക്കുന്നതിന് പകരം തട്ടിത്തെറിച്ച ബോൾ ഗോളായി അടിച്ച് ഗോളാക്കാണ് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ സ്പെയിൻ്റെ വിജയ ഗോൾ വീണ്ടും മെറീനോയിലൂടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബെൽജിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മത്സരമാണ്. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ 0 ഷോട്ട് ഓൺ ടാർഗറ്റ് ആയതുകൊണ്ടാണ് ബെൽജിയം കളി അങ്ങനെ ഷോട്ട് ഹാഫ് ടൈമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബെൽജിയത്തിൻ്റെ ഒരു ഗോൾഡൻ ജനറേഷൻ ഒരു ഫുൾ ഒരു തിരശ്ശീലട്ട പോലെയാണ് ഇപ്പോൾ വിജയത്തിൻ്റെ ഒരു എക്സിറ്റ് വരുന്നത്. ഇനി ലുക്കാക്കു ആണെങ്കിലും ഡിബ്രൈൻ ആണെങ്കിലും അടുത്ത വേൾഡ് കപ്പിലേക്ക് ഉണ്ടാവില്ല. കളിക്ക് ശേഷം കൊട്ടോയ്സൊക്കെ പറയുകയുണ്ടായി, നമ്മൾ ബെൽജിയം ഒരു ചെറിയ രാജ്യമാണ്, സ്പെയിൻ ഇംഗ്ലണ്ട് പോലെ അത്ര ഉള്ളൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ലാത്ത രാജ്യമാണ്, ഇങ്ങനെ ഒരു രാജ്യത്തിന് ഈ ടൂർണമെൻറ്റിൽ അപ്രോച്ച് ചെയ്യാൻ കഴിയാനുള്ള തന്നെ വലിയ ഭാഗ്യമാണെന്നൊക്കെയാണ് കൊട്ടോയ്സ് കളിക്ക് ശേഷം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പെയിനിൻ്റെ അടുത്ത കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രാൻസുമായിട്ട് ലാസ്റ്റ് കളിച്ച 2 കളിയിലും സ്പെയിൻ ജയിക്കാനുണ്ടായിരുന്നു. അപ്പം സെമിയിൽ ഇനി സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരം റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ എന്താവും അന്നത്തെ സ്കോർ എന്നൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമോ?